نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല 4 വിഭാഗം ആളുകളെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ മിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 4 വിഭാഗത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ അവരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു ومنهم من يقول ربنا آتنا في الدنيا حسنة. അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മ ഉണ്ടാക്കണം. അതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 200-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞു ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ല സുഖം നൽകണം, ദുനിയാവിൽ ഇങ്ങനെ റാഹത്തായിട്ട് ജീവിക്കണം, ജീവിതത്തിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവാൻ പാടില്ല, വിഷമം ഉണ്ടാവരുത്, റാഹത്തുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കാം. പക്ഷേ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടാതെ വരുമ്പോൾ പ്രയാസം ഉണ്ടായിക്കൂടാ. നമുക്ക് ജല്ല ജലാലുവായ അള്ളാഹുവിനോട് റാഹത്തുള്ള ജീവിതം കിട്ടാൻ, ജീവിതത്തിൽ സന്തോഷം കിട്ടാനൊക്കെ ആവശ്യപ്പെടാം, ചോദിക്കാം. ചോദിക്കുന്നതിന് വിരോധമില്ല, ചോദിക്കണം. എല്ലാം അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോട് മഹബത്തുണ്ടെങ്കിൽ, അയാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു മലായികത്തിനെ വിളിച്ചിട്ട് പറയും, ഇന്ന സ്ഥലത്തുള്ള ആളോട് എനിക്ക് ഇഷ്ടമുണ്ട്, അവൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവനാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവൻ ഇഷ്ടപ്പെടണം. അപ്പോൾ മലായികത്തിന് അവനോട് ഇഷ്ടമായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോടും അങ്ങനെ പറയും, ഇതാ ഞാൻ എൻ്റെ മലായികത്തൊക്കെ ഇവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇഷ്ടപ്പെടണം എന്ന് പറയും. അങ്ങനെ അവർക്കും അവനോട് ഇഷ്ടമാവുകയും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർക്ക് ഇവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുകമ്പയും സ്നേഹവും ആദരവും ബഹുമാനമൊക്കെ മനസ്സിലിട്ട് കൊടുക്കും. അള്ളാഹുവാണ് അതൊക്കെ ചെയ്യുന്നവൻ. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ദേഷ്യം പിടിക്കുന്നു, തെറ്റുന്നു, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നന്നാവും ചെയ്യുന്നു. ഇത് രണ്ടും നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് കൽബുള്ളത്. അള്ളാഹുവിന്റെ അധികാരത്തിലാണ് കൽബ്. മുഖല്ലിബുൽ ഖുലൂബായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽബിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളോട്, ഒക്കെ നമുക്കൊക്കെ അറിയാം, നമ്മൾ കാണാത്ത എത്രയോ ആളുകളോട് നമുക്ക് ഇഷ്ടമാണ്. വലിയ വലിയ മഹത്തുക്കളായ ആളുകളോട് ഗൗസുൽ ആദമിന്റെ പേരിൽ എന്നും ഫാത്തിഹ ഓതുന്ന ആൾക്കാർ, ഖാജ തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതുന്ന ആൾക്കാർ, അമ്പർത്ത തങ്ങൾ പാപ്പാന്റെ പേരിൽ ഫാത്തിഹ ഓതുന്നു. പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോകുന്നു. അതാരും പറയേണ്ട ആവശ്യമില്ല. അവരോടൊക്കെ വലിയ സ്നേഹവും ആദരവും വരുന്നു. എന്തേ അത് വരാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന, വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് മറ്റുള്ള ആളുകൾക്ക് ഒരു സ്നേഹവും ആദരവും ബഹുമാനവും അള്ളാഹ് കൽബിലിട്ട് കൊടുക്കുകയാണ്. അത് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ഇവിടെ സൗകര്യവും റാഹത്തും സന്തോഷമൊക്കെ തരാൻ വേണ്ടി ചോദിക്കാമെങ്കിലും മുഅ്മിനായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കൂടി കൊടുക്കൂല. കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം മാറും, അവൻ അഹങ്കാരിയാവും. അയൽവാസിയോട് എന്തെങ്കിലും അയൽവാസിയിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുമ്പോൾ
പടച്ചോനെ അവൻ അത് തന്നല്ലോ, അതുകൊണ്ട് ഇനി അവനോട് നല്ല നിലക്ക് നിൽക്കണല്ലോ. എനിക്കൊരു പ്രയാസം വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കൈക്കോട്ടില്ലാതെ വന്നപ്പോൾ ഞാൻ അവിടെ പോയി വാങ്ങിച്ചല്ലോ. അപ്പൊ അങ്ങനെ അവിടെ നമ്മൾ അവിടുന്ന് സഹായം സ്വീകരിക്കേണ്ടി വരും, നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും, ഇങ്ങോട്ടും വരേണ്ടി വരും എന്നൊരു ചിന്തയുണ്ടാവുമ്പോഴേ അയൽപക്ക ബന്ധം വളരുകയുള്ളൂ. എല്ലാ സൗകര്യം കൂടി നമുക്കാവുമ്പോ നമ്മൾ എന്തോ മൃഗത്തിനേക്കാളും അപ്പുറം ഒരു സ്വഭാവദോഷ്യമുള്ളവരായി മാറും. അപ്പൊ നമുക്ക് അങ്ങോട്ടും ആവശ്യം വേണം, അവർക്ക് ഇങ്ങോട്ടും ആവശ്യം വേണം. ആശുപത്രിയിലേക്ക് പോകാൻ നേരത്ത് നമ്മുടെ കാർ ഓൺ ചെയ്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവണില്ല. അപ്പൊ അയൽപക്കത്തുള്ള ആളെ നിന്റെ കാർ എടുക്കാം, നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അതിന് ബന്ധമായി. അപ്പൊ അവര് തമ്മിൽ നല്ല കണക്ഷനായി. കല്യാണം ഉണ്ടാകുന്ന അവസരത്തിൽ മറ്റു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കൊണ്ട് മാത്രം കഴിയുന്നില്ല. അപ്പൊ ഒരു സാധനത്തിന് വേണ്ടി ടൗണിലേക്ക് പോകേണ്ടത്, അത് ഞാൻ പോയിക്കോളാം, എന്റെ ബൈക്ക് എടുത്തിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയുന്ന ഒരു ബന്ധമായി. എല്ലാം നമ്മൾക്ക് അള്ളാഹു സൗകര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ധിക്കാരികളും അഹങ്കാരികളും ഒരു സ്നേഹവും ഇല്ലാത്ത ആളുകളായി നമ്മൾ മാറും. ഇപ്പൊ നമ്മളത് കണ്ടുവരുന്നുണ്ട്. സഹോദരിമാരായ ആളുകൾ, സ്ത്രീകൾ, എല്ലാ കുട്ടികളും ജോലി എന്ന ഒരൊറ്റ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നു. കൊടമ്പട ദാറുൽ മആരിഫിൽ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള സൗകര്യമുണ്ട്, പെൺകുട്ടികൾ മാത്രം ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കുന്ന സംവിധാനമുണ്ട്. അതിന്റെ മേധാവി ഒരു 75-80 വയസ്സുള്ള മുഹമ്മദ് മുസ്ലിയാരാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുട്ടികൾ ആരും വിവാഹം നേരത്തെ കഴിക്കാൻ തയ്യാറാകുന്നില്ല. അവരൊക്കെ പറയുന്നത്, കുട്ടികൾ മുഴുവൻ, പെൺകുട്ടികൾ മുഴുവനും പറയുന്നത് ജോലി വേണം, ജോലി വേണം. ഇങ്ങനെ ജോലിയെടുക്കുന്നത് കൊണ്ടും സ്വയം പര്യാപ്തത നേടുന്നത് കൊണ്ടും ഒക്കെ വലിയ അപകടങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്. എല്ലാ നിലക്കും പെണ്ണ് അവൾ സ്വതന്ത്രയായി കഴിഞ്ഞാൽ, പുരുഷനോടൊരു വിധേയത്വം ഇല്ലാതെയായി കഴിഞ്ഞാൽ കുടുംബജീവിതം അലങ്കോലപ്പെടുന്നതാണ് കണ്ടുവരുന്നത്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇനി അതിൽ നിന്നിട്ട് മാറാൻ വലിയ പ്രയാസമാകും. ചൈനയിലും റഷ്യയിലും ഒക്കെ ആദ്യം കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇനി കുട്ടികൾ വേണം. റഷ്യന്റെ പ്രസിഡന്റ് പറയുന്നത് 8 പ്രസവിക്കണം, 8 കുട്ടികളെങ്കിലും പ്രസവിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ എത്തി. അതേപോലെ ഇതെല്ലാം താറുമാറായിട്ട് പിന്നെ പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഒരു കുടുംബജീവിതമാവുമ്പോൾ ആ കുടുംബജീവിതത്തിൽ ഒരു ക്യാപ്റ്റൻ വേണം, ഒരു ക്യാപ്റ്റൻ വേണം. ആ ക്യാപ്റ്റൻ പുരുഷനെ ആവാൻ പറ്റുള്ളൂ. ആ പുരുഷൻ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ഭാര്യ ആ നിലയ്ക്ക് ജീവിക്കുകയും മക്കൾ ആ നിലയ്ക്ക് ജീവിക്കുകയും ചെയ്താലേ ആ കുടുംബം നല്ല നിലയ്ക്ക് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഒരു വിധേയത്വവും സ്നേഹമൊക്കെ വേണം. ഇത് എല്ലാം എനിക്കെല്ലാം കഴിയും, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എല്ലാം എനിക്ക് കഴിയും എന്ന ഒരു ധാരണ പെൺകുട്ടികളിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് സമീപകാലത്ത് കുടുംബജീവിതം ആകെ അലങ്കോലപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പോവുക. അപ്പൊ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനോട് നമുക്കൊക്കെ ചോദിക്കാം, എല്ലാ ദുനിയാവിൽ നല്ല റാഹത്ത് ഉണ്ടാവാനൊക്കെ ചോദിക്കാം, പക്ഷെ തന്നോളന്നില്ല. അത് കൊടുത്തിട്ടില്ല, എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുന്യവിയായ സൗകര്യങ്ങളൊന്നും അള്ളാഹ് കൊടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അവിടെ നിന്ന് വാപ്പ നേരത്തെ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, പെങ്ങന്മാരില്ല, അനുജന്മാരില്ല. ഉപ്പയിൽ നിന്നിട്ട് ഒരു സെന്റ് ഭൂമി പോലും, ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനന്തരമായി കിട്ടിയിട്ടില്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ജീവിത മാർഗത്തിന് എന്തെങ്കിലും ഒരു തൊഴിലോ ജോലിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഈന്തപ്പഴ തോട്ടങ്ങളോ മറ്റു സൗകര്യങ്ങളോ അതും ഉണ്ടായിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത്. പക്ഷേ ഒരു സെക്കൻഡിൽ പോലും അവിടുത്തെ ഒരു പ്രയാസം ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ കാരക്കയില്ല, ഈത്തപ്പഴമില്ല, നിങ്ങൾ കുറച്ച് ഈത്തപ്പഴം കൊടുന്നേരും എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങോട്ട് പോകാൻ എൻ്റെ വാഹനം, എൻ്റെ ഒട്ടകത്തിന് തകരാറുണ്ട്, നിങ്ങളെ വാഹനം ഒന്ന് തരണം എന്ന് പറഞ്ഞിട്ടില്ല. അതൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ആ വിഷമങ്ങളൊക്കെ ഒരു സന്തോഷമായി, ആനന്ദമായി സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആനിൽ അൽ ബഖറയിലെ 200-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്, ഫമിനന്നാസ്, ചില മനുഷ്യന്മാർ, റബ്ബന ആതിനാ ഫിദ്ദുനിയ, പടച്ചോനെ ദുനിയാവിൽ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്തിൽ അവർക്ക് ഒന്നും കിട്ടൂല, അവർക്ക് ആഖിറത്തിൽ ഒന്നും കിട്ടൂല. അതാണ് കൂടുതൽ ആളുകൾ. അതുകൊണ്ടാകാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിനെയാണ് ആദ്യം പറഞ്ഞത്, ആ വിഭാഗം ആൾക്കാരെയാണ് ആദ്യം പറഞ്ഞത്. ദുനിയാവിൽ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കണം, ഒരു ബുദ്ധിമുട്ടും വിഷമുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ആഖിറത്തിനെ പറ്റി അവർക്ക് യാതൊരു ചിന്തയില്ല.
ഇവിടെ നിന്ന് അധ്വാനിച്ചെങ്കിലല്ലേ ആഖിറത്തിൽ നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്ന ചിന്തയില്ലാത്ത ആളുകൾക്ക് ആഖിറത്തിലൊന്നും കിട്ടൂല. ഇനി രണ്ടാമത്തെ വിഭാഗത്തെ പറയുന്നു. അത് കൂടുതൽ അവരായതുകൊണ്ടാണ് അങ്ങനെ ആദ്യം അത് പറയാൻ കാരണം. രണ്ടാമത് അൽ-ബഖറയിൽ തന്നെ 202 പറയുകയാണ്, മിൻഹും മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിലും നന്മ വേണം, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും നന്മ വേണം. ഹൃദയത്തിൽ നല്ല ഉറപ്പ്, പ്രയാസങ്ങളും വിഷമങ്ങളും കൂലം കുത്തി ഒഴുകും. അങ്ങനെയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഓരോ ദിവസം കഴിയും തോറും നമുക്ക് സഹിക്കാൻ കഴിയാത്ത പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്തൊക്കെ നല്ല മാനസികമായ ഉറപ്പുണ്ടാകണം. എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു തന്നെങ്കിലും മനസ്സിന് ഒരു സന്തോഷം കിട്ടാതെ സൗകര്യം കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന പലതും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ മുഅ്മിനീങ്ങളായ ആൾക്കാർ എന്ത് ചെയ്യണം? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ നീ ചെയ്യണം. ദുനിയാവിൽ നന്മ എന്ന് പറഞ്ഞാൽ മനസ്സിന് സമാധാനവും സന്തോഷവും, അള്ള പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യം, അള്ള പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം, അള്ള പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. വഫിൽ ആഖിറതി ഹസനത്തൻ, ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ വേണം. ഖബറിൽ ഞങ്ങൾക്ക് സ്വസ്ഥത വേണം, മഹ്ശറിൽ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ വേണം. എന്നിട്ട് ഒരു സെക്കൻഡ് സമയം പോലും നരകത്ത് കടക്കാതെ സ്വർഗത്തിൽ കടക്കണം. ഇങ്ങനെ ഞങ്ങൾക്ക് ദുനിയാവിലും നന്മ വേണം, ആഖിറത്തിലും നന്മ വേണം. വഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകത്തിന്റെ അദാബിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ എന്ന് ദ്വാരക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ രണ്ട് വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു. അങ്ങനെയാണ് മുഅ്മിനീങ്ങളായ ആൾക്കാർ ചെയ്യേണ്ടത്. തവാഫിൽ ഏറ്റവും കൂടുതൽ ദ്വാരക്കേണ്ട ദ്വായും ഇതാണ്, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതൊരൊറ്റ ആയത്താണ്. ആ ആയത്തില് എവിടെയും വഖഫില്ല. വഖഫ് ഒരൊറ്റ ആയത്ത്, മിൻഹും മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒറ്റ ആയത്താണ്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉമിനന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വേറെ ചില ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരുടെ സ്വഭാവം, നബിയെ, അവര് തങ്ങളടുത്ത് വന്നാൽ, തങ്ങളെ മുന്നിൽ വന്നാൽ നല്ല വർത്താനം പറയും. ഉമിനന്നാസ് മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. തങ്ങളെ മുന്നിൽ വന്നിട്ട് നല്ല വാക്ക് പറയും. എന്തോ ഒരു ചുറുക്കുള്ള വാക്കാണ് പറയാ. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടതൊക്കെ ചെയ്യുന്ന ആളാണ്, ഞാൻ നിങ്ങളോട് വലിയ മഹബത്തുള്ള ആളാണ് എന്ന് പറയുന്നു. അന്നഹു യുഹിബ്ബുഹു വല്ലാഹു യഅലമു അന്നഹു ലസാദിഖുൻ. നബിയെ, തങ്ങളെ മുന്നിൽ വന്നിട്ട് ഞാൻ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, വേണ്ടതൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറയുന്ന കൊടിയ മുനാഫിഖായ ഒരു മനുഷ്യനെ പറ്റിയാണ് ആ പറഞ്ഞത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അഖ്നസ് ഇബ്നു ശരീഖ് അസ്സഖഫി എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ആണയിട്ട് സത്യം ചെയ്ത് പറയും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, നിങ്ങൾക്കൊക്കെ വേണ്ടതൊക്കെ ചെയ്യുന്ന ആളാണ്, ഞാൻ നല്ല ആളാണ്, ഞാൻ വേണ്ടതൊക്കെ ചെയ്തു തരും എന്നിങ്ങനെ പറയും. എന്നാൽ വൈദാത്തവല്ല, അവൻ സദസ്സിൽ നിന്ന് പോയാൽ അള്ളാഹു പറയുകയാണ്, സആഫിൽ അർദ് ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അവൻ അവിടെ നിന്ന് പോയാൽ അവൻ പിന്നെ സഹാബത്തിന്റെ മുതലുകളൊക്കെ നശിപ്പിക്കുന്ന സ്വഭാവമാണ് അവനിക്കുള്ളത്. സഹാബത്തിന്റെ മുതലുകൾ നശിപ്പിക്കുന്നു, അവരുടെ കൃഷികൾ നശിപ്പിക്കുന്നു. ഈ അഖ്നസ് ഇബ്നു ശരീഖ് ചെയ്ത പണി മഹാന്മാരായ സ്വഹാബത്തിന്റെ കൃഷികൾ നശിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പോയതിന് ശേഷം അങ്ങനെ നടന്നു പോകുമ്പോൾ സ്വഹാബത്തിന്റെ കൃഷികൾ കണ്ടു. ആ ഈന്തപ്പന തോട്ടങ്ങൾ മുഴുവനും കരിച്ചു കളഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയപ്പോ സഹാബത്തിന്റെ കഴുതക്കൂട്ടത്തെ കണ്ടു, ഹിമാറുകളെ കണ്ടു. ആ ഹിമാറുകളെ മുഴുവനും ഓൻ അറുത്ത് കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ വേണ്ടതൊക്കെ ചെയ്യും,
ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ ഒരാളായിക്കൊണ്ട് അള്ളാഹ്ക്കറിയാം ഞാൻ പറയുന്നത് സത്യമാണ്, ഇങ്ങനെ ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ട് നേരെ പോയിട്ട് രാത്രിയിൽ, ഞാനത് പറയുന്നത് എന്തെന്ന് വെച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. അത് ഖുർആൻ എടുത്തു പറയാണ്. അൽ ബഖറ സൂറത്ത് 200 ശേഷം നിങ്ങൾ നോക്കിയും ആ വിഷയമാണ് പറയുന്നത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് രാത്രിയിൽ പോയി സഹാബത്തിന്റെ കൃഷി നശിപ്പിക്കുകയാണ്. അത് മാത്രല്ല, സഹാബത്തിന്റെ മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ചില ആളുകളുടെ മുസ്ലിമീങ്ങൾ ഇത് മാത്രം തെരഞ്ഞു പിടിച്ചിട്ട്, അവിടെ മദീനത്ത് ജൂതന്മാർ ഇഷ്ടം പോലെയുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ജൂതന്മാരായ ആളുകൾ മദീനയെ നശിപ്പിക്കുവാനും സഹാബത്തിന്റെ മുതൽ പിടിച്ചടക്കാനും വന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് അവിടുത്തെ ജൂതന്മാർ. ജൂതന്മാരുടെ രാജ്യം അതൊന്നുമല്ല, അവർ സിറിയക്കാരും മറ്റൊക്കെയാണ്. പക്ഷെ അവിടെ വന്ന് കുടിയേറി പാർത്തിട്ട് മഹാന്മാരായ അവിടുത്തെ നേരത്തെയുള്ള ആ ആളുകളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സൃഷ്ടിച്ചിട്ട് അവർ അധികാരവും ഭൂസ്വത്തിന്റെ ഉടമകളൊക്കെ ആയി മാറിയതാണ് ജൂതന്മാർ. അവരെയൊന്നും നശിപ്പിക്കാതെ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈ മുസ്ലിമീങ്ങളായ ആളുകൾക്കുള്ള കൃഷികളും അവരുടെ മൃഗങ്ങളെയും രാത്രിയിൽ പോയി നശിപ്പിച്ചു കളയുകയാണ്. നോക്കണം നിങ്ങൾ, അള്ളാന്റെ റസൂൽ അവിടെ ഹയാത്തിലുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അള്ളാന്റെ റസൂലിന് ദ്വാരക്കാൻ കഴിയും, അള്ളാന്റെ റസൂൽ ദ്വാരതാൽ അള്ളാഹ് സ്വീകരിക്കും. എന്നിട്ടും രാത്രി സമയത്ത് ഈ പണിയാണ് ഈ അഖ്നസ് ഇബ്നു ശരീഅത്ത് ചെയ്തത്. ഞാൻ മുഅ്മിനാണ് മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്തിട്ട് വേണ്ടതൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്തിട്ട് ഈ പണിയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു വിഭാഗത്തെ പറ്റി പറയുകയാണ്. അങ്ങനത്തെ ഒരു വിഭാഗം അന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലും നമ്മുടേത് മാത്രം തെരഞ്ഞു പിടിച്ച് അത് നശിപ്പിക്കുവാനും അത് സ്വായത്തമാക്കുവാനും അതിൽ അധികാരം സ്ഥാപിക്കുവാനുമുള്ള ഒരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ടാകും. അവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കുക, അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടുകയല്ലെന്നല്ലാതെ നമ്മൾ എന്താ ചെയ്യാം? ഒരൊറ്റ കുട്ടിയും സഹായിക്കുന്ന മാതിരി കാണുന്നില്ല. വഖഫിന്റെ വിഷയം വന്നു, വഖഫുകൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള സൗകര്യം ചെയ്തു തരുന്നില്ല. അത് പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്തോട് നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്ത് നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടാലും നീട്ടിക്കൊടുക്കുന്നതാണ് കോടതി. എന്ത് നീട്ടിത്തരണം? ഞങ്ങൾക്ക് ഒരു 6 മാസം സമയം തരണം, അതാണ് പറയുന്നത്. 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആശ്വാസം പോലെ ഇത് കയറ്റാൻ കഴിയുമെന്ന് പറയുമ്പോൾ പല നാടുകളിലും വിഷമിക്കുകയാണ്. അക്ഷയ സെന്ററുകളിലെല്ലാം തിരക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉറക്കമൊഴിച്ച് ബന്ധപ്പെട്ട ആൾക്കാരിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് നികുതി അടച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നികുതി പേപ്പറിൽ ഒരു പേരായിരിക്കും, ആധാരത്തിന് വേറെ പേരായിരിക്കും. ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നതല്ലേ. ഇതെല്ലാം മാറിക്കിട്ടാൻ വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അവിടെയും ക്യൂ ആണ്. അങ്ങനെ പലയിടത്തും ആളുകൾക്ക് നെട്ടോട്ടമോടുകയാണ്. എൻ്റെ രാജ്യത്തൊക്കെ കമ്മിറ്റിയിലൊക്കെ വലിയ വിഷമം സഹിക്കുകയാണ്. രാത്രിയും പാതിരാക്കൊക്കെ ഇരുന്നിട്ട് ഇത് കയറ്റാനും അതിന്റെ രേഖകൾ ക്ലിയർ ആക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടക്കുകയാണ്. നമ്മളിങ്ങനെ വിഷമിക്കുകയാണ്. വേറെ ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ ഇവിടെ, അവർക്കും ദേവസ്വത്തിന്റെ ഭൂമിയൊക്കെ അവർക്കും ഉണ്ടല്ലോ, അതും മനക്കാതെ അതും റോഡിനൊന്നും കൊടുക്കാതെ അതും ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ എത്രയോ ഭൂമികളും എത്രയോ പതിച്ചു നൽകിയ ഭൂമികളൊക്കെ ഉണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. ഈ വഖഫ് സ്വത്തുകൾ മാത്രം 1,80,000 വഖഫ് ഭൂമികൾ ഇന്ത്യയിലുണ്ട്. അതിൽ 13,000 വഖഫുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ 13,000 വഖഫുകൾ ഈ കുറഞ്ഞ സമയത്ത് എങ്ങനെയാ കയറ്റാൻ കഴിയുക? അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഓർക്കണം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണ് സഹാബത്തിന്റെ ഈ ആസ്തികൾ നശിപ്പിക്കുവാനുള്ള ശ്രമം നടന്ന് നശിപ്പിച്ചു കളഞ്ഞത്. അതും റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് വേണ്ടതൊക്കെ ചെയ്തു തരും, ഞങ്ങളുടെ കൂട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനൊക്കെ ഉണ്ടാകുമ്പോൾ ജല്ല ജലാലുവായ അള്ളാഹുവിനോട് നമുക്ക് ദ്വാരക്കുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ല. അതോടുകൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല 4ാമത്തെ ഒരു വിഭാഗത്തെ സംബന്ധിച്ചും പറയുന്നുണ്ട്.
മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹി വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അത് പറയുന്നത് വമിനൻ നാസ്, മനുഷ്യന്മാരെ കൂട്ടത്തിലുള്ള നാലാമത്തെ വിഭാഗം. ആദ്യം അള്ളാഹു പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, പടച്ചോനെ ദുനിയാവിൽ എങ്ങനെ സുഖമായിട്ട് ജീവിക്കണം, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് ആഖിറത്തിൽ ഒന്നും കിട്ടൂല, ദുനിയാവിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. മറ്റൊരു വിഭാഗം ആൾക്കാർ ദുനിയാവിലും ഞങ്ങൾക്ക് നന്മ വേണം, ആഖിറത്തിലും നന്മ വേണം, കുടുംബത്തിലൊക്കെ നല്ല സന്തോഷം വേണം, ഒരാളോട് ഇരക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, ഇസ്സത്തായിട്ട് ജീവിക്കണം എന്നും ആഗ്രഹിക്കുന്നു, ആഖിറത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നും ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്ന് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞു, തങ്ങളെ മുന്നിൽ വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, വേണ്ടതൊക്കെ ചെയ്തു തരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ, രാത്രി സമയങ്ങളിൽ പോയി സഹാബത്തിന്റെ ആസ്തികൾ നശിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്ന് മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞു. ഇനി നാലാമത്തെ ഒരു വിഭാഗത്തെ പറ്റി അള്ളാഹ് പറയുകയാണ്. ഇതൊക്കെ തുടർച്ചയായിട്ട് അൽ ബഖറ സൂറത്തിൽ പറയുകയാണ്. 207 ആയത്ത്, 200 മുതൽ 207 വരേക്കുമുള്ള ആയത്തുകളാണ് ഇവിടെ പറഞ്ഞത്. അതിൽ അള്ളാഹു പറയുന്നു, നഫ്സഹു, സ്വന്തം ശരീരത്തിനെ അള്ളാഹുവിലായി ഉപയോഗിക്കുന്നു, അള്ളാഹിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അങ്ങനത്തെ ആൾക്കാരുമുണ്ട്. സ്വന്തം ശരീരത്തിന്റെ ലക്ഷ്യം അള്ളാഹിന്റെ പൊരുത്തം മാത്രം. അങ്ങനെ അള്ളാഹിന്റെ പൊരുത്തം മാത്രം കാക്ഷിക്കുമ്പോൾ അവൻ സഹിക്കേണ്ട ത്യാഗത്തെ സംബന്ധിച്ച് മഹാന്മാരായ മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്. ഇതാരെ പറ്റിയാ പറയുന്നതെന്നറിയോ? ഇതാരെ പറ്റിയാ പറയുന്നത്? മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു മക്കക്കാരനാണ്. മക്കയിൽ താമസിക്കാൻ കഴിയാതെ ഫഇന്നഹു അക്ബര മുഹാജിറൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നാട് വിട്ടു പോവുകയാണ്. നിങ്ങൾ കണ്ടോന്നറിയില്ല, 2-3 ദിവസത്തെ മുമ്പുള്ള പത്രത്തിൽ ഇന്നലെ അതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടുണ്ട്. ബംഗാളിയായ ഒരു പെൺകുട്ടി, ഗർഭിണിയായ പെൺകുട്ടി, ആ ഗർഭിണിയായ പെൺകുട്ടിയെയും അവളുടെ ഒരു മകനെയും കൂടി ബംഗ്ലാദേശിലേക്ക് നാട് കടത്തി. പശ്ചിമ ബംഗാളിൽ താമസിക്കുന്ന അവളുടെ അമ്മോശനും ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. എന്നിട്ട് ഈ ഗർഭിണിയായ ഒരു പെണ്ണിനെ ഇന്ത്യയുടെ അതിർത്തി കടന്ന് എവിടെയോ കൊണ്ടാക്കുമ്പോ എന്തൊരു മനുഷ്യത്വമാണ് നമ്മുടെ ഭരണകൂടത്തിനുള്ളത്. ഒരു സ്ത്രീയല്ലേ അത്, അതും ഗർഭിണിയായ പെണ്ണ് എവിടേക്കായി പോകാം? അന്യരാജ്യത്ത് പരിചയമില്ലാത്ത രാജ്യത്തേക്ക് അങ്ങോട്ട് കയറ്റിവിട്ട് അവിടെ മുസ്ലിമീങ്ങളായ ആൾക്കാരായതുകൊണ്ട് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിരന്തരം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് അവളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് കോടതി പറഞ്ഞിട്ട് അതും ഇതുവരെ എത്തിച്ചിട്ടില്ല. ആ പെൺകുട്ടിയെ അനുഭവിച്ച വിഷമങ്ങൾ എത്ര ആയിരിക്കും? എന്തിന്റെ പേരിലാണ്? ഇന്ത്യക്കാരി അല്ല, ഇന്ത്യക്കാരി ആണെന്ന് തെളിവുകളുണ്ട്. പിതാവും മറ്റുള്ള ആൾക്കാരൊക്കെ ഇവിടെയുള്ളവരാണ്. എന്തെങ്കിലും ഒരു രേഖയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം അത് ചെയ്തിട്ടുള്ളത്. അത് ഈ സംഘപരിവാറിനെ എതിർക്കുന്ന ഒരു ഭരണകൂടമുള്ള പശ്ചിമ ബംഗാളിലാണ് നടന്നിട്ടുള്ളത്. പത്രത്തിൽ ഇന്നലെയും അതിന്റെ റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ മനുഷ്യത്വമില്ലാത്ത ആൾക്കാരായി ഭരണാധികാരികൾ മാറുകയാണ്. ഇതൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് തന്നെ, ഉത്ഭവകാലത്ത് തന്നെ നടന്നതാണ്. ആ നടന്നത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയാണ്. മഹാനായ സുഹൈബ് റളിയല്ലാഹു തആലയെ പറ്റിയാണ് ഈ പറയുന്നത്. സുഹൈബ് റളിയല്ലാഹു തആല ഫഇന്നഹു അഖ്ബല മുഹാജിറൻ ഇലാ റസൂലില്ലാഹി ഫഅത്ബഅഹു നഫറുൻ മിൻ ഖുറൈശ്. മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് ഒറ്റക്ക് പോവാണ്. ഒറ്റക്ക് പോകുമ്പോ ഖുറൈശികളിൽ നിന്നുള്ള ഒരു പറ്റം ആൾക്കാർ വരികയാണ്. പറ്റം ആൾക്കാർ വന്നിട്ട് തടയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ. മദീനത്തേക്ക് പോവാണ്. എല്ലാം ഒഴിവാക്കിയിട്ട് മദീനത്തേക്ക് പോകുമ്പോ ഫഅത്ബഅഹു നഫറുൻ മിൻ ഖുറൈശ്, ഖുറൈശിൽ നിന്നുള്ള കൂട്ടം ആൾക്കാരൊന്ന് തടയാണ്. പോകാൻ സമ്മതിക്കില്ല. നോക്കണം നിങ്ങൾ. നമുക്കിപ്പോ ബംഗ്ലാദേശ് അല്ലേ ഇപ്പൊ പ്രശ്നം, അല്ലെങ്കിൽ അതല്ലേ പ്രശ്നം? ഇതൊക്കെ നടന്നു പോയതാണ്. അള്ളാഹുവിന്റെ റസൂൽ ഹയാത്തുള്ള കാലത്താണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള കാലത്താണ്. ഖുറൈശികളിൽ നിന്നുള്ള കൂട്ടം ആൾക്കാർ പിന്നാലെ വന്നു. ഫനസറ അൻ റാഹിലതിഹി. സുഹൈബ് റളിയല്ലാഹു അൻഹു, ഈ ധീരത അതൊക്കെ നമുക്ക് വേണം, നമ്മുടെ കുട്ടികൾക്കുമാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ നല്ല പരിപാടികൾ അവരെ പങ്കെടുപ്പിക്കണം. അതില്ലാഞ്ഞാൽ ഈ വളരുന്ന കുട്ടികളൊക്കെ എന്തൊക്കെയോ ആയിപ്പോയി, അവരൊന്നും ഇത് അറിയുന്നില്ല. ഇപ്പോ ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ഇപ്പൊ ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോ സെക്രട്ടറിനോട് ചോദിച്ചു, നിങ്ങളതൊക്കെ കയറിയോ എന്ന് ചോദിച്ചു. അത് സെക്രട്ടറിക്ക് അതിന്റെ വശം അറിയാം.
ഞാൻ നാട്ടിലെ കമ്മിറ്റിക്കാരാണ്, എനിക്ക് അതിന്റെ വിഷമം അറിയാം. എന്തെങ്കിലും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ വല്ലാതെ ടെൻഷനിലായിരുന്നു. ഞാൻ ഇവിടെയാണ്, നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാർ അവിടെയാണ്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ കഴിയും. ഒരു വേള പെട്ടെന്ന് പോയാലോ എന്ന് പോലും കരുതിപ്പോയി. ഇന്നലെ അത് കയറ്റുന്ന ആള് വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു, ഞാൻ ഒറ്റക്കാണ്, എനിക്ക് അവരില്ല ഇവരില്ല, ഞാൻ എന്താ കാട്ടുക, മഹല്ലത്തിന്റെ വിഷയല്ലേ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാ, ചിലതൊക്കെ ചോദിക്കുമ്പോൾ അത് കിട്ടണില്ല. പിന്നെ അങ്ങോട്ട് അടിക്കുന്ന അവസരത്തിൽ ഈ വഖഫ് ആധാരം ആര് രജിസ്റ്റർ ചെയ്തു, വാക്കിഫ് ആർ എന്ന് ചോദിക്കും. ആ വാക്കിഫ് ചോദിക്കുമ്പോൾ വാക്കിഫിന്റെ ഉപ്പാന്റെ പേരെന്താണ്, ഏതോ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ആളെ പേര് ആർക്കും അറിയാം, അവരുടെ തറവാട് ഏതാണ്. അഭിമുഖം കരുന്ന് ബേജാറാവണം, ആരോടത് ചോദിക്കാം, ആർക്കത് കിട്ടുക. ഈ വഖഫ് ചെയ്ത ആൾ ആരാണെന്ന് ആർക്കറിയാം, വഖഫ് ചെയ്ത ആൾ ആരാണെന്ന്. മഞ്ചേരിയിൽ ഒരു വക്കീലിനൊക്കെ ഞാൻ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദെ കമ്മിറ്റി ഇങ്ങനെ 3 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ മാറുകയാണ്. അപ്പൊ ഈ കമ്മിറ്റി മാറുമ്പോൾ ആധാരം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, മറ്റേ കമ്മിറ്റി മാറുമ്പോൾ അത് അവർക്ക് അറിയില്ല, എവിടെയാണെന്ന് അറിയില്ല. ആർക്കപ്പോ നമ്മളെ പെരേത്ത ആധാരം തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തു നോക്കാന്നല്ലാതെ നമ്മളുടെ എടുത്തു നോക്കണം, ആർക്കതറിയാം, അതിലെന്താ എഴുതിക്കണമെന്ന് ആർക്കറിയാം. അത് പഴയ കാലത്ത് വായിക്കാന്ന് വെച്ചിട്ടുണ്ടാവില്ല, വായിക്കാർ കൊടുക്കുന്ന ചെയ്തി ബാക്കിയാണ് അതൊക്കെ വായിച്ചെന്നിരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്ത് റഹ്മത്ത് നൽകട്ടെ. അതിന് പറ്റിയ ആളായിരുന്നു, വളരെ നല്ല. അതൊക്കെ അതിന്റെ ABCZ വരെ മൂപ്പർക്ക് അറിയാം. എന്തും ചോദിച്ചിട്ട്, എന്നാലോ അത് മൂപ്പർക്ക് ഒരു സമയമില്ല, ഒരു വിഷമവും ഇല്ല. മൂപ്പര് ആണെങ്കിൽ സുബൈ വരെ കുത്തിരുന്നു, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പോയിക്കോളി നേരമ്പോൾ പോകും, അല്ലെങ്കിൽ അങ്ങനെ കുത്തിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരാം, അപ്പൊ വരാം ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെയും പറഞ്ഞിട്ട് ഞാൻ പല വിഷയങ്ങളിലും മൂപ്പരോട് കൊണ്ട് ആധാരമൊക്കെ വായിപ്പിച്ചിരിക്കണം, പല വിഷയങ്ങളും. അപ്പൊ ഞാൻ അതിങ്ങനെ ഒരു നേരം വെക്കറില്ല, ഒന്നുമില്ല, മൂപ്പര് ഇങ്ങനെ വായിക്കും. അതങ്ങനെ ഒരു പടപ്പ്. അത് അള്ളാഹു ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കുന്നതാണ്. അത് ഓരോരുത്തർക്ക് റബ്ബ് ആ രൂപത്തിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. അല്ലാതെ സീരിയസ് ആയി കിടന്നപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെ ധൈര്യത്തിൽ നിന്നോളൂ, നിങ്ങൾ പേടിക്കുക ഉസ്താദ്, ഒരു പേടിയില്ല, ഒരു പ്രയാസമില്ല, ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ജനങ്ങൾക്ക് സേവനം ചെയ്തത് കൊണ്ടുള്ള നേട്ടം അള്ളാഹു കൊടുക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യർക്ക് കിട്ടുന്നതിനേക്കാളും അപ്പുറം കൊടുക്കും ഒരു സാധുവായ മനുഷ്യൻ വിഷമിക്കുന്ന അവസരത്തിൽ അവനൊന്ന് സഹായിച്ചാൽ. 10-25 കൊല്ലം അങ്ങനെ പള്ളിയൊക്കെ തന്നെ കൂടി ഇബാദത്തൊക്കെ ചെയ്ത് നിന്ന മനുഷ്യർക്ക് കിട്ടാത്ത ഈ 1 സെക്കൻഡ് ഇയാൾ കൊടുക്കുക. കാരണം വല്ലാതെ വിഷമിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു അത്യന്തരം ഇല്ലാതെ അങ്ങനെ അടങ്ങറാകുമ്പോ അത് ഞാൻ ചെയ്തരാം. അപ്പൊ ആ മനുഷ്യന്റെ ആശ്വാസം എന്തായിക്കാരം, എന്തൊരു ആശ്വാസിക്കാരം. മറ്റേ ചങ്ങായിക്ക് കിട്ടൂല, ചങ്ങായി ആർക്കും ഒന്നും ചെയ്യൂല, അങ്ങനെ പള്ളിക്ക് അങ്ങനെ കുത്തിയിരുന്നിട്ട് ഒരു മനുഷ്യർക്ക് ഒരു ഗർഭം ചെയ്യാത്ത അയാൾക്ക്. അങ്ങനൊക്കെ ഹദീസിലുണ്ട്, ഒരു പൂച്ചക്ക് വെള്ളം കൊടുത്തോണ്ടല്ലേ പെണ്ണ് സ്വർഗത്തിൽ പോയത്, ഒരു പൂച്ചക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലാണ് സ്വർഗത്തിൽ പോയത്. അപ്പൊ അതൊക്കെ വെറും നമ്മളൊക്കെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതും സഹാബത്ത് ചെയ്തതും ഒക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങളാണ് അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിന്റെ ടെൻഷനും ബേജാറുകളും അതിന്റെ ആൾക്കാർക്ക് ഉണ്ടാകും. അത് അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന് അതിന്റെ വിഷമമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മദ്രസന്റെ ഒക്കെ കയറിയോ, സെക്രട്ടറിയോട് കുട്ടിയോട് ചോദിച്ചു, ഒക്കെ കയറി, ഒക്കെ രാത്രി കയറി കിട്ടിയ നിങ്ങളെ നാട്ടിലത്തെ കയറി ചോദിച്ചു എന്നോട്. അപ്പൊ എനിക്കറിയാം, മൂപ്പർക്കും അറിയാം, നിങ്ങൾക്ക് ആരെങ്കിലും പറയും. അപ്പൊ അതിന്റെ ഇടങ്ങറ എന്താണെന്ന് അത് അറിഞ്ഞിട്ടില്ല. അത് ഇനി എന്തെങ്കിലും തകരാറ് പറ്റിയാൽ സെക്രട്ടറിന്റെ നേർക്കും പ്രസിഡന്റിന്റെ നേർക്കും കൊടുക്കും. പക്ഷെ അതിനു വേണ്ടി എത്ര വിഷമാ സഹിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, ഭരണകൂടം എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, എന്താണ് നമ്മളെ വഖഫ് സ്വത്തുകൾ എന്താ കാട്ടിയത്. അപ്പൊ ഇതൊക്കെ ജല്ലജലാലുവായ അള്ളാഹു നമ്മൾ ചെയ്തു കൂട്ടുന്ന തമ്മാടിത്തരങ്ങളും ദോഷങ്ങളും കൊണ്ടിട്ടൊക്കെ നമ്മളെ ആക്രമിക്കുന്ന, നമ്മളോട് കൃപയില്ലാത്തൊരു ഭരണാധികാരികൾ അള്ളാഹ് തരികയാണ്. അതൊക്കെ ഹദീസിൽ വന്നതാണ്. ഇങ്ങനെ ദുനിയാവിനോട് താല്പര്യം, സുഖം 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 എന്നുള്ളത് സുന്നത്തിനൊരു പ്രശ്നമില്ല, അത് സുന്നത്തല്ലേ, അത് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കും. ഇങ്ങനെ ഒരു വിഭാഗം ഇവിടെ വളർന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 അദാബുകൾ കൊടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു അദാബാണ് പെട്ടെന്നുള്ള മരണം. അതൊക്കെ ഹദീസിൽ വന്നതാണ്. ഒരു അദാബാണ് പെട്ടെന്നുള്ള മരണം. അവർ വലിയ വലിയ കെട്ടിടങ്ങൾ ആഗ്രഹിക്കും. ഹദീസിൽ കാണാം, യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൂനൽ ഖബറ. ഹദീസിൽ മുത്തനബി പറഞ്ഞു, വലിയ കെട്ടിടങ്ങളാണ് ആഗ്രഹിക്കുന്നത്, നല്ല വീടുകളാണ് ആഗ്രഹിക്കുന്നത്, ഖബർ കെടുക്കണമല്ലോ എന്നുള്ള ചിന്തയില്ല, വയുഹിബ്ബൂനൽ ഹയാത വയൻസൂനൽ മൗത. അവർ ജീവിതം ഇങ്ങനെ കൊഴുപ്പ് കൂട്ടണം, നല്ല സുഖമായിട്ട് ജീവിക്കണം, മരിച്ചു പോകണമല്ലോ എന്നുള്ള ചിന്തയില്ല. വയുഹിബ്ബൂനൽ മാല, സമ്പത്ത് ഇങ്ങനെ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു. വയൻസൂനൽ ഹിസാബ, സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് വിചാരണ കൂടുമല്ലോ എന്നത് അവർ മറക്കുന്നു. സമ്പത്ത് കൂടിയാൽ വിചാരണ കൂടും എന്നത് അവർ മറക്കുന്നു. ഇങ്ങനെ അവർ 5 കാര്യത്തെ സ്നേഹിക്കുകയും 5 കാര്യത്തെ വെറുക്കുകയും ചെയ്യുന്ന ഒരവസരത്തിൽ 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹ് പരീക്ഷിക്കും. അതിൽപ്പെട്ട ഒന്നാണ്
പെട്ടെന്നുള്ള മരണം അള്ളാഹു കൊടുക്കും. രണ്ടാമത്തത്, അവരോടൊരു അനുകമ്പയും സ്നേഹവും ഇല്ലാത്ത ഭരണാധികാരികളെ അവരുടെ മേൽ ചുമതലപ്പെടുത്തും. ഇത് റസൂലുള്ളാഹി പറഞ്ഞു. അതാണ് നടക്കുന്നത്, അതാണ് ചുമതലപ്പെടുത്തി നടക്കുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുഹൈബ് റളിയല്ലാഹു തആല പോവുകയാണ്. ഒക്കെ ഒഴിവാക്കി പോകുമ്പോ ഖുറൈശികളിൽ നിന്നുള്ള ഒരു പറ്റം ആൾക്കാർ പിന്നാലെ വന്നു. തടഞ്ഞപ്പോ ഫനസല മിൻ അൻ റാഹിലത്തിഹി, വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്റെ പുറം ഭാഗത്ത് കെട്ടിവെച്ച അമ്പെടുത്തിട്ട് വെല്ലെടുത്തിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറയാം, ലഖദ് അലിംതും അന്നി മിൻ അർമാക്കും, നിങ്ങൾക്കറിയാലോ ഞാൻ നല്ല അസ്ത്രവിദ്യനാണ്, ഞാൻ എറിഞ്ഞാൽ അത് കുറിക്കുകൊള്ളും. അന്നി മിൻ അർമാക്കും, നിങ്ങളെ കൂട്ടത്തിൽ നല്ല അസ്ത്രവിദ്യ അറിയുന്ന ആളാണ് ഞാൻ അമ്പെയ്താൽ അത് കുറിക്കുകൊള്ളും. നിങ്ങൾക്കറിയാം, ഒരൊറ്റ ഒന്നിന് ഞാൻ വിടൂല, എല്ലാത്തിനും ഇപ്പൊ അമ്പെയ്ത് കൊല്ലുന്ന. ഇന്റെ ഈ അമ്പും കുറ്റികൾ മുഴുവൻ എടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എന്നെ തടയാൻ സാധിക്കുള്ളൂ, എന്നെ തൊടാൻ സാധിക്കുള്ളൂ. അങ്ങനെ അമ്പിൻ കുറ്റിയിലുള്ള മുഴുവൻ അമ്പെടുത്തിട്ട് ഞാൻ എറിഞ്ഞിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വകവരുത്തിയിട്ട് പിന്നെ നിങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ, ഒരു അമ്പുകൊണ്ട് ഒരാളെല്ലാം കൊല്ലാൻ വയ്ക്കുള്ളൂ. ഇതൊക്കെ തീർന്ന് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഈ വാള് കൊണ്ട് ഞാൻ നിങ്ങളെ എതിർക്കും. അപ്പൊ എന്താ മനസ്സിലാക്കിയത്? സ്വഹൈബ് റളിയല്ലാഹു എന്താ മനസ്സിലാക്കിയത്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, മുത്തറസൂലുള്ള ഹയാത്തുണ്ട്, സഹാബത്തുണ്ട്, അപ്പോഴാ അത് നടക്കുന്നത്. ധൈര്യം വിടാൻ പാടില്ല, ധൈര്യം നമുക്ക് വേണം. അപ്പോൾ പറഞ്ഞു, ലാ നത്റുക തദ്ഹബു അന്നാ ഗനിയൻ വഖദ് ജഅൽതനാ സുലൂകൻ. അങ്ങനെയാണ് മദീനത്തേക്ക് പോകാൻ സമ്മതിക്കൂല, അങ്ങനെയാണ് മദീനത്തേക്ക് പോകാനൊന്നും സമ്മതിക്കൂല. നീ നിന്റെ സ്വത്തൊക്കെ ഇവിടെ വിട്ടുങ്ങാണ്ട് മദീനത്തേക്ക് പോവാൻ ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചും ജീവിക്കാൻ പറ്റൂല. സ്വത്ത് അങ്ങ് കയറണം, സ്വത്ത് അങ്ങ് വലാകിൻ ദുല്ലന അലാ മാലിക ബിമക്ക വനുഖല്ലി അൻക. ഒരു പറഞ്ഞതാ, സ്വത്തൊക്കെ ഞങ്ങൾക്ക് കയറണം, എന്നിട്ട് മദീനത്തേക്ക് പോയിക്കോ. ദുല്ലന അലാ മാലിക, അന്റെ മുതൽ എവിടൊക്കെ ഉള്ളത് പറഞ്ഞോണ്ടോ. അന്റെ മുതൽ പോകുമ്പോഴേ പറഞ്ഞത്, മദീനത്തേക്ക് പോകുമ്പോഴാ പറഞ്ഞത് ദുല്ലന അലാ മാലിക, അന്റെ മാല് അന്റെ മുതലൊക്കെ എവിടെ ഉള്ളത് പറഞ്ഞോണ്ടാ, ആ മുതലൊക്കെ എവിടെ ഉള്ളത് പറഞ്ഞോണ്ടാ, എന്നെ ഒഴിവാക്കി തരാം. മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു ഫഫഅല, അങ്ങനെ ചെയ്തു. എന്താ അവിടെ ഉണ്ട് മുതല്, ഇവിടെ ഉണ്ട് മുതല്, നിങ്ങൾ എടുത്തോളി, അതൊക്കെ നിങ്ങൾ എടുത്തോളി, എനിക്കൊരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് മുതൽ മുഴുവൻ കൊടുത്തു. നിങ്ങൾക്ക് ഇപ്പൊ മുതലല്ലേ വേണ്ടത്, നിങ്ങൾ എടുത്തോളി, എനിക്കെന്റെ ഈമാനാണ് വേണ്ടത്, എനിക്കെന്റെ ഈമാനാണ്. അങ്ങനെ ഒറ്റക്ക് ഈ നിലക്ക് പോയി അമ്പുകുറ്റിയൊക്കെ അമ്പുകളൊക്കെ എടുത്ത് അസ്ത്രവിദ്യക്കാരനായ മഹാനവ മദീനത്തെത്തി. ഫലമ്മാ ഖദിമ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസലത്, റസൂലുള്ളാഹിന്റെ അടുത്ത് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. എന്നുള്ള ആയത്തിറങ്ങിയത് ആ സമയത്താണ്. അപ്പൊ സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുഹൈബേ റബിഹൽ ബൈഉ അബാ യഹ്യ, റബിഹൽ ബൈഉ അബാ യഹ്യ, അബൂ യഹ്യ, സുഹൈബേ നല്ല കച്ചവടം നടത്തിയിട്ടാണല്ലോ വരുന്നത്, നല്ല കച്ചവടം നടത്തിയിട്ടാണല്ലോ വരുന്നത്. എന്ന് വെച്ചാൽ ഈമാനിന് പകരം അള്ളാഹ്ക്ക് പകരം ദുനിയാവ് മുഴുവൻ കൊടുത്തിട്ടാണല്ലോ വരുന്നത്. നല്ല ലാഭക്കച്ചവടം നടത്തിയിട്ടാണല്ലോ വന്നത് എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. നല്ല ലാഭക്കച്ചവടം, ഈമാനിക്ക് പകരം അതൊക്കെ കൊടുത്തിട്ടുണ്ട് വന്നില്ലേ. റബിഹൽ ബൈഉ അബാ യഹ്യ എന്ന് പറഞ്ഞപ്പോ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, തങ്ങളെങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? ഞാൻ അവരായിട്ട് സംസാരിച്ചതൊക്കെ എനിക്ക് വഹി വന്നു, സുഹൈബ് വരുന്നുണ്ട്, ഈ നിലക്കാണ് വരുന്നത് എന്നെനിക്ക് വഹി വന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൈബ് എന്നവരോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. 4 വിഭാഗത്തെ പറ്റി പറഞ്ഞു. ആ 4 വിഭാഗത്തിൽ നിന്ന് അവസാനം പറഞ്ഞ 2 വിഭാഗം ആൾക്കാർ, അവർ ഈ നിലക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒന്ന്, റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ മുസ്ലിമീങ്ങളായ ആൾക്കാരുടെ അവരുടെ ആസ്തികളും ഒക്കെ നശിപ്പിക്കുന്ന ആൾക്കാർ. മറ്റൊന്ന്, മുസ്ലിമീങ്ങളിൽ നിന്ന് പിടിച്ചു പറ്റുന്ന ആൾക്കാർ. അതൊക്കെ എല്ലാ കാലത്തുണ്ടാകും. ഒരു പക്ഷേ വഖഫ് ഭൂമികൾ നഷ്ടമായേക്കാം, എവിടേക്കാണ് എത്തുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. ഒരു കാലത്ത് ഇവിടെ നമുക്ക് അങ്ങനെ ഒരുപാട് വഖഫ് ഭൂമികൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെയൊക്കെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം മാനസികമായ സന്തോഷം നിലനിൽക്കേണ്ടത് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുവാനും ആരാധിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നമുക്ക് മാനസികമായ സന്തോഷങ്ങളായി.
ഒരു മുഅ്മിനായ മനുഷ്യർക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി അള്ളാഹു ദുനിയാവിൽ കൊടുക്കുമെന്ന് വിചാരിക്കരുത്. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് ചോദിക്കാം, പഠിച്ചോനെ എനിക്കത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടൊക്കെ ചോദിക്കാം, അതിനൊന്നും വിരോധമില്ല. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യർക്ക് എല്ലാം കൂടി ആരും കൊടുക്കൂല, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കൂല എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഈമാൻ നഷ്ടപ്പെടാതെ എന്ത് വന്നാലും ശരി അതൊക്കെ സഹിക്കുമ്പോൾ ഇതിനേക്കാൾ അപ്പുറം റസൂലുള്ളാഹി സഹിച്ചില്ലേ, സഹാബത്ത് സഹിച്ചില്ലേ, ഈ നിലക്ക് സ്വഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുതലക്കോല് പിടിച്ചു അടക്കില്ലേ, ആ നിലക്ക് അഖ്റസ് ഇബ്നു ശരീഅത്ത് സഹാബത്തിന്റെ ആ മുതലൊക്കെ നശിപ്പിച്ചു കളഞ്ഞില്ലേ, ഈ ഒരു ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. പലജാതി പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ടെൻഷനായി പോകരുത്, മാനസികമായ പ്രയാസം ഉണ്ടാക്കി പോകരുത്. അങ്ങനെയാണെങ്കിൽ സഹാബത്തും റസൂലൊക്കെ എങ്ങനെ ജീവിക്കുക, അവരൊക്കെ എങ്ങനെ ജീവിച്ചത്, അവർക്കൊക്കെ അതൊക്കെ അനുഭവിക്കേണ്ടി വന്നില്ലേ? ഇത് നാം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി 3 സുന്നത്തുകൾ, ഈ 3 സുന്നത്തുകൾക്ക് ഫർദിനേക്കാൾ കൂലിയുണ്ട്. ഫർദിനേക്കാൾ, സുന്നത്തിനേക്കാൾ ചില ഘട്ടങ്ങളിൽ 70 ഇരട്ട പ്രതിഫലം കിട്ടും ഫർദിന്, ചിലപ്പോൾ 20 ഇരട്ട പ്രതിഫലം കിട്ടും. ഏതായിരുന്നാലും സുന്നത്തിനേക്കാൾ വളരെ കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ് ഫർദ്. ആ ഫർദിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന 3 സുന്നത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു സുന്നത്താണ് സലാം അങ്ങോട്ട് ചെല്ലൽ. സലാം ചെല്ലൽ സുന്നത്തും സലാം മടക്കൽ ഫർദുമാണ്. കേൾക്കണം, രണ്ടും കേൾക്കണം. ഒരാൾ സലാം ചെല്ലുമ്പോൾ ആ സലാം ചെല്ലുന്ന ആള് ചെല്ലുന്നത് ആർക്കാണോ ചെല്ലുന്നതെങ്കിൽ ഓൻ കേൾക്കണം. അതേപോലെ തന്നെ മടക്കുന്ന ആള് മടക്കുമ്പോൾ ചെല്ലിയ ആളും കേൾക്കണം. അതാണ് അതിന്റെ നിബന്ധന. അപ്പൊ അങ്ങനെ വരുമ്പോ സലാം ചെല്ലൽ സുന്നത്താണ്, മടക്കല് ഫർദുമാണ്. എന്നാൽ ഈ സുന്നത്തിനാണ് കൂലി കൂടുതൽ. മടക്കുന്ന ഫർദിനേക്കാൾ കൂലി കൂടുതൽ സുന്നത്തിനാണ്. അപ്പൊ സുന്നത്തിന് കൂലി കൂടുതൽ കിട്ടുന്ന ഒരു സുന്നത്താണ് സലാം ചെല്ലുക എന്നത്. രണ്ടാമത്തെ സുന്നത്ത് ഏതാന്ന് വെച്ചാൽ, നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ ഒളു എടുക്കൽ നിർബന്ധമാണ്. നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ ഒളു എടുക്കാൻ വേണ്ടിയിട്ട്, നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കൽ നിർബന്ധമാണ്. എന്നാൽ നിസ്കാരത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് ഒളു എടുക്കൽ സുന്നത്താണ്. നിസ്കാരത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് ഒളു എടുത്തുകൊണ്ട് നിസ്കാരത്തിന് കാത്തിരിക്കുക, വീട്ടിൽ നിന്ന് ഒളു എടുത്ത് റെഡിയാവുക, എന്നിട്ട് സുന്നത്ത് അവിടെ നിസ്കരിച്ച് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു വരിക. ഇതാണ് ഏറ്റവും അഫ്ദലായ രൂപം. വീട്ടിൽ നിന്ന് ഒളു എടുത്ത് അവിടെ നിന്ന് സുന്നത്ത് നിസ്കരിച്ച് ഫർദ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരിക. അപ്പോ സമയമാകുന്നതിന്റെ മുമ്പ് ഒളു എടുക്കൽ സുന്നത്താണ്. ആ സുന്നത്തിന് സമയമായതിന്റെ ശേഷം ഒളു എടുക്കുന്ന ഫർദിനേക്കാൾ പ്രതിഫലമാണ്. സമയമാകുന്നതിന് മുമ്പ് ഒളു എടുക്കുന്ന ഒളുവിനേക്കാൾ പ്രതിഫലമാണ്. രണ്ടാമത്തെ. മൂന്നാമത്തെ സുന്നത്ത്, ഒരാൾ കടം മേടിച്ചു, നമ്മളെ വക്കലിൽ നിന്ന് കടം മേടിച്ചു, ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിന് അയാൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ആ ആൾക്ക് കഴിയുന്നില്ലെന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്തു. അയാൾ മുഅസ്സിറാണ്, കഴിയാത്തവൻ. അതിന് കിതാബിൽ മുഅസ്സിർ എന്ന് പറയും, കഴിയാത്ത ആളാണ്. വാങ്ങിച്ച കടം ഡേറ്റിന് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്ത വ്യക്തിക്ക് സമയമായി കഴിഞ്ഞാൽ, കടം വീട്ടേണ്ട സമയമായി കഴിഞ്ഞാൽ കുറച്ചും കൂടി സമയം നീട്ടിക്കൊടുക്കൽ നിർബന്ധമാണ്. കുറച്ചും കൂടി സമയം നീട്ടിക്കൊടുക്കൽ നിർബന്ധമാണ്. ഓനക്കത് കഴിയാത്തതുകൊണ്ടാണ്. ഓൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ പറ്റിക്കൊള്ളാൻ വന്നില്ല, അവന്റെ വക്കൽ ഇതിൽ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല, അവനക്ക് ആ പറഞ്ഞ ഡേറ്റിന് കൊടുക്കാൻ കഴിയാതെ വന്നാൽ കുറച്ചും കൂടി ഡേറ്റ് നീട്ടിക്കൊടുക്കണം. ഇംഹാലുൽ മുഅസ്സിർ, മുഅസ്സിറായ വ്യക്തിക്ക് കുറച്ചും കൂടി സമയം നീട്ടിക്കൊടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഇങ്ങനെ കഴിയാത്ത വ്യക്തിയെ കടത്തിൽ നിന്നിട്ട് ഇബ്രാ ചെയ്യുക, അവനെ ഒഴിവാക്കുക. ഇനി ഏതായാലും ഇപ്പൊ ഞാൻ കട എനിക്ക് തിരിച്ചു തരണ്ട, ഇങ്ങനെ ഇടങ്ങാറാവുമല്ലേ, ആ കട എനിക്ക് തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ അതിൽ നിന്നിട്ട് ബാധ്യത മുക്തനാക്കുക, അതിൽ നിന്നിട്ട് ഒഴിവാക്കൽ സുന്നത്താണ്. ഈ സുന്നത്തിന് വല്ലാത്ത പ്രതിഫലമാണ്. ഇബ്രാഉൽ മുഅസ്സിർ, കടം വീട്ടാൻ കഴിയാത്ത വിഷമിക്കുന്ന വ്യക്തിയെ അതിൽ നിന്ന് ഒഴിവാക്കല്, അത് സുന്നത്താണ്. ഇനി സമയമെത്തിയതിനു ശേഷം അവധി നീട്ടിക്കൊടുക്കൽ നിർബന്ധമെന്ന ആ നിർബന്ധത്തെക്കാൾ പുണ്യമുള്ള കൂലിയുള്ള കാര്യമാണ് അവനെ ബാധ്യതയിൽ നിന്നിട്ട് ഒഴിവാക്കൽ. ഇബ്രാഉൽ മുഅസ്സിർ അത് വലിയ സുന്നത്തുള്ള കാര്യമാണ് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫർദിനേക്കാൾ കൂലി കിട്ടുന്ന 3 സുന്നത്തുകളുണ്ട്. സാധാരണഗതിയിൽ ഫർദിനാണ് പ്രതിഫലം കൂടുതൽ, ഇവിടെ സുന്നത്തിനാണ് പ്രതിഫലം കൂടുതൽ. ഇങ്ങനെ 3 സുന്നത്തുകൾ ഉണ്ടെന്ന് ഇമാം അഹ്മദ് സ്വാമി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചായയും പലഹാരവും നൽകുന്നത് നമ്മുടെ കാഞ്ഞിരക്കുഴി ഐദുർവാക്കം
അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പ, ഉമ്മ തുടങ്ങിയ ആളുകൾക്ക് ദ്വാരക്കാനാണ് അർഹമുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗപൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ശിക്ഷകളിൽ നിന്നും അദാബുകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി ഖബറിൽ റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മുർ-റഹീമായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും, ധാരാളം രോഗികൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ രോഗങ്ങൾ, വലിയ വലിയ ആശുപത്രികളിലൊക്കെ പോകേണ്ട അവസ്ഥ. പല ടെസ്റ്റുകളും 30,000 40,000 രൂപ വില വരുന്ന വലിയ വലിയ ടെസ്റ്റുകൾ. ഇങ്ങനെ വിഷമിക്കുന്ന വരുന്ന ഫോണുകളിൽ ഭൂരിപക്ഷവും രോഗവും വിഷമവും പറയുന്നതാണ്. റഹ്മുർ-റഹീമായ റബ്ബ് നമ്മുടെയും നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധപ്പെട്ടവർ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു ഇല്ലാതെയാക്കി റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ നമ്മോട് ബന്ധപ്പെട്ട പലരും പല രൂപത്തിലുള്ള രോഗങ്ങളുമായി വിഷമിക്കുന്നു. അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും മഹല്ലത്തിലുമൊക്കെ അല്ലാഹു നമുക്ക് റാഹത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളെ പിതാക്കന്മാർ, പൂർവികന്മാർ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവരൊക്കെ വഖഫ് ചെയ്ത, അവർക്ക് ഖബറിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സഹാബത്തൊക്കെ ചെയ്തതുപോലെ വഖഫ് ചെയ്ത ആ വഖഫ് ഭൂമികൾ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ റബ്ബേ മാലിമ്യങ്ങളാണല്ലോ അല്ലാഹ്, അവർ അക്രമികളാണല്ലോ അല്ലാഹ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികളെ വിജയിക്കുകയില്ലെന്നല്ലേ ഖുർആനിൽ പറഞ്ഞത്. അല്ലാഹുവേ, ഞങ്ങൾ മദ്ലൂമീങ്ങളായിരിക്കുന്നു. ഞങ്ങളെ രക്ഷപ്പെടുത്താനൊന്നും ആരുമില്ലാതെ, എവിടെ മുട്ടുന്ന വാതിലുകളൊന്നും തുറക്കാതെ, കോടതി പോലും കനിയാത്ത ഒരവസ്ഥയില്, വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുള്ളത്. അല്ലാഹ് കാണുന്ന റബ്ബേ, ഇതിനൊരു പരിഹാരം നീ കാണിച്ചു തരണേ അല്ലാഹ്. ഇതിനൊരു പരിഹാരം നിന്റെ കോടതിയിലല്ലാതെ ഇല്ല അല്ലാഹ്. അല്ലാഹുവേ, ആജിലായ വളരെ പെട്ടെന്നുള്ളൊരു പരിഹാരം നൽകി നിന്റെ വഖഫ് സ്വത്തുകൾ, ഞങ്ങൾ പൂർവികന്മാർ ദാനം ചെയ്ത വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും നീ ഞങ്ങൾക്ക് എളുപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കള്, ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ചെയ്തു കൂട്ടുന്ന തെറ്റുകളും കുറ്റങ്ങളും, അതുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഗഫൂറുർ റഹീമായ അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹ് എന്ന് വിളിക്കുന്നവരാണല്ലോ അല്ലാഹ്, നിനക്ക് സുജൂദ് ചെയ്യുന്നവരാണല്ലോ അല്ലാഹ്. റഹ്മുർ-റഹീമായ റബ്ബേ, എല്ലാ നിലക്കും ഞങ്ങളെ ദുൽമ ചെയ്ത്, പല രൂപത്തിലും ദുൽമ ചെയ്തുകൊണ്ട് അസ്വസ്ഥരാക്കുന്ന ഒരവസ്ഥ ഭരണകൂടം നടത്തുന്നു അല്ലാഹ്. അതിൽ നിന്ന് അവരെ നീ പിന്തിരിപ്പിക്കണേ അല്ലാഹ്. അനുകൂലമായ റാഹത്തുള്ള ഒരു ഹുക്കൂമത്ത് ഭരണം ഞങ്ങൾക്ക് നീ ഇവിടെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.